ഹായ്, ഇന്ന് ഞാൻ മധുരം ചേമ്പ് എന്ന് പറയുന്ന കൃഷിയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതായിട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആരും കൃഷി ചെയ്യാണ്ടിരിക്കുന്ന ഒരു ചേമ്പാണ് ഇത് കേട്ടോ. അത് ഞാൻ നിങ്ങൾ നട്ടത് ഞാൻ മറ്റേത് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പം നട്ടതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മണ്ണും ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് രണ്ടാമത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിന് പൂവൊക്കെ ഈ ജാതിയിലാണ് പൂവുണ്ടാവും. എൻ്റെ കണ്ടാ ഈ ജാതിയിൽ പൂവുണ്ടാവും. അതായത് പിന്നെ ഇത് രണ്ട് തരം പിന്നെ നമ്മുടെ ഇതിൽ ഈ മധുരം ചേമ്പ് ഇതും മധുരം ചേമ്പ് തന്നെയാണ്. രണ്ട് തരമുണ്ട്. ഇതിൻ്റെ നോക്കിയാൽ ഇതിൻ്റെ കളറ് ഇതിൻ്റെ ഇലര കളറ് കണ്ട ഒരു ഷെയ്ഡ് മാറ്റം ഡാർക്ക് ഇല്ലേ, അത് ഇത് ഞങ്ങൾ പറയുക മധുരം ചേമ്പ് മറ്റേ ഇതായിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ വെള്ള മധുരച്ചേമ്പ്. ഇതിൻ്റെ തണ്ട് കണ്ട ഒരു ലൈറ്റ് അല്ലേ ഇത് കളറ് ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ അതിന് ഞങ്ങൾ വെള്ളം മധുരച്ചേമ്പ് എന്ന് പറയാം. അപ്പോൾ രണ്ട് തരം മധുരം ചേമ്പാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുപ്പെടുക്കാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നല്ലതാ. ഇതിന് വളം അങ്ങനെ ഇതൊന്നുമില്ല. രണ്ടാമത് മണ്ണ് ചാണപ്പൊടിയും മണ്ണ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ഇത് നല്ല രീതിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്നും കേട് വരാത്ത ഒരു ഇനം ചേമ്പുകളാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കിത് നല്ല ശരീരത്തിനൊക്കെ നല്ലതല്ലേ, ആരോഗ്യം, നമുക്ക് നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ആവുന്നത് ഒരു കട ഉണ്ടാക്കി ഇത് നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ ഇവിടെ വീടുകളിൽ നിന്ന് ഇല്ലാതെ ഉണ്ടാവാൻ വേണ്ടി നോക്കാം. ഇപ്പൊ ഇല്ലാതെ തന്നെ വരുന്നത് ഇതിപ്പോ. പിന്നെ ഇതിന്റെ കിഴങ്ങെന്ന് പറഞ്ഞ നാരുള്ള ഇതല്ലേ, ഇപ്പൊ നമ്മുടെ വയറിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പറയണത്, ഇതിന്റെ പണ്ടത്തെ കാരണന്മാരൊക്കെ ആണെങ്കിൽ ഇത് കളയില്ല. അതാണ് ഞാനിപ്പോ അങ്ങനെ ഇല്ലാണ്ടിരിക്കുന്നത്. ഞാൻ ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരാണ് കേട്ടോ. അവരെ ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ പരമാവധി ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോ കടയിലും വെച്ചിങ്ങാഞ്ഞ് കൊടുക്കുക. നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിങ്ങനെ ഒരു മധുരം ചേമ്പ് ഉണ്ടെന്നുള്ളത് കേട്ടോ. അത് നന്നായിരിക്കും. ഞാൻ അതിൻ്റെ എല്ലാ വക ഐറ്റംസും ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യുക.